അറ്റകുറ്റപ്പണികൾക്കായി തേവര കുണ്ടന്നൂർ പാലം അടച്ചു. ഇന്നലെ രാത്രി 9 മണി മുതലാണ് അടച്ചിട്ടത്. 2 ദിവസം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുണ്ടന്നൂർ പാലത്തിലൂടെയുള്ള യാത്രാ ദുരിതം സംബന്ധിച്ച് കേരള വിഷൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ, മാധ്യമങ്ങൾ എല്ലാം തന്നെ വാർത്തകൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അടച്ചിട്ടുള്ള നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തേവര കുണ്ടന്നൂർ പാലത്തിൽ വലിയ രീതിയിൽ കുഴികൾ ഉണ്ടാവുകയും ആ പാലത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമാവുകയും മണിക്കൂറുകൾ ഈ പാലം കടന്നു പോകണമെങ്കിൽ കാത്തുകിടക്കേണ്ട ഒരു നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണിപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2 ദിവസത്തേക്കാണ്, അതായത് ഇന്നലെ വൈകിട്ട് 9 മണിക്കാണ് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുന്നത്. ഒപ്പം ഇത് ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാകും തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും വളരെ നാളായി ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ഈ പാലത്തിലെ ഈ ദുരിതപ്പോക്ക്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറുതി ഉണ്ടാവണം, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഈ പാലത്തിൽ പ്രധാനമായും നിരവധിയായിട്ടുള്ള കുഴികൾ ഉൾപ്പെടെ രൂപപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ നിലയിലാണ് കാര്യങ്ങൾ. മഴ പെയ്തു കഴിഞ്ഞാൽ അത് അതിഭീകരമായിട്ടുള്ള അപകടങ്ങളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ ഈ പാലത്തിൽ അപകടത്തിൽപ്പെടുന്ന നില പോലും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അതിനുശേഷം ഈ വാർത്തകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. തുടർന്ന് ഇത്തരത്തിൽ ഈ പാലം അടച്ചിട്ട് നിർമ്മാണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും അതിനുശേഷം അത് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ഇന്നലെ രാത്രി മുതൽ ചൊവ്വാഴ്ച വരെ ഇത് അടച്ചിടുക എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് പാലം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാണ്. അതിനുശേഷം തിങ്കളാഴ്ച ഒരു ദിവസം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിതിരിച്ച് വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായും ഈ ട്രാഫിക് വിഭാഗം ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അറിയാതെ അതായത് ഈ റോഡ് ഈ നിലയിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റോഡ് ഇത്തരത്തിൽ പാലം അടച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അടച്ചിട്ടതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അടച്ചിടും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാതെ വന്ന ഈ വഴി പോകാൻ വേണ്ടി വന്നിട്ടുള്ള യാത്രക്കാർ ഉൾപ്പെടെ ഈ നിലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാലം അടച്ചിട്ടിരിക്കുന്നു. ഇത് പ്രധാനമായും ഈ ഹൈവേയിലേക്ക് കയറുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ ആ നിലയ്ക്ക് തന്നെ ആശ്രയിക്കുന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആളുകൾ ഇത്തരത്തിൽ വന്ന് ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചകൾ കൂടി ഉൾപ്പെടെ നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പാലം പൂർണ്ണമായും തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഗതാഗതവും ഇതുവഴി സാധ്യമല്ലാത്ത ഒരു നില കൂടിയാണ് ഉള്ളത്. അതേസമയം ഒരു പ്രധാന പാതയാണെന്ന് നമുക്കറിയാം. ഈ 2 ദിവസം കൊണ്ട് ഇവിടുത്തെ പണികൾ പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.